Anywhere you go, give it all. വെൽക്കം ബാക്ക് ടു സിജു വ്ളോഗ്സ്. ലീ സാങ് മീൻ സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് സാൽമോക്ജി വിസ്പറിംഗ് വാട്ടർ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അതിൽ പുതിയ റോഡ് വന്നാൽ ഗൂഗിൾ മാപ്പ് ടീം അവിടെ ചെന്ന് റോഡിൻ്റെ പുതിയ റൂട്ട് മാപ്പ് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഈ ചിത്രത്തിൽ ആ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ജോലിക്കാർ പോകുന്നു. പുതിയ റോഡ് അപ്ഡേറ്റ് ചെയ്യാൻ ആയിരുന്നില്ല, ഓൾറെഡി റൂട്ട് മാപ്പ് എടുത്തതിൽ ഒരു നദി ഉണ്ട്. ആ നദിയിൽ ഒരു പ്രേതം നിൽക്കുന്ന പോലെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പ്രേതം ആണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, ക്യാമറ ഗ്ലിച്ച് ആണെന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെ ഒരു റൂട്ട് മാപ്പ് അപ്ലോഡ് ചെയ്താൽ കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം പ്രേതത്തിൻ്റെ ചിത്രം ഉള്ളത് കൊണ്ട് അത് ഒറിജിനൽ മാപ്പ് ആണെന്ന് വിശ്വസിക്കില്ല. സോ വീണ്ടും അവിടെ ചെന്ന് റൂട്ട് മാപ്പ് എടുക്കണം. അങ്ങനെ കുറച്ച് പേർ ആ നദിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ക്ലൈമാക്സിൽ വ്യത്യസ്തമായ ഒരു ട്വിസ്റ്റ്. പ്രേതത്തിൻ്റെ ചുവന്ന ചോര കണ്ണുകൾ കാണുമ്പോൾ പേടിയുള്ളവർ ഈ ചിത്രം കാണരുത്. അതിനു മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ഇൻ ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അർദ്ധരാത്രി സാൽമോജി എന്ന നദിക്കരയിൽ ഒരു കാമുകനും കാമുകിയും മീൻ പിടിക്കുന്നത് കാണാം. പെൺകുട്ടിക്ക് മീൻ പിടിക്കാൻ അറിയാത്തതിനാൽ ആ പയ്യനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പെട്ടെന്ന് അവർ വെച്ചിരുന്ന സ്പീക്കറിലെ പാട്ട് ഓഫ് ആവുകയാണ്. അതെങ്ങനെയാണ് ഓഫായത്, നീ ഒന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞ് വിടുകയും അവൾ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കാതിലേക്ക് നദിയിൽ നിന്നും എന്തോ വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവൾ ആ നദിയിലേക്ക് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരുമാതിരി ബാധ കയറിയ പോലെ ഇറങ്ങി പോവുകയാണ്. അത് ബോയ് ഫ്രണ്ട് കാണുകയും ഉടനെ പുറകെ ചെന്ന് നീ എങ്ങോട്ടാടി ഈ പോകുന്നേ, അവിടെ വലിയ കുഴിയ എന്നൊക്കെ പറഞ്ഞ് അവളെ തടയാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളെ കാണാതാവുന്നു. നോക്കിയാൽ അവൾ കരയിൽ നിൽക്കുന്നു. ഡാ നീ എവിടെയാ പോകുന്നേ എന്നൊരു ചോദ്യം. ആകെ ഭയന്ന് അവൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കാലിൽ എന്തോ ഉരസുന്ന പോലെ തോന്നുകയും നോക്കിയാൽ വെള്ളത്തിൽ ഒരു പ്രേതം. അത് കണ്ട് അവൻ അലറിയതും പെട്ടെന്ന് ആ പ്രേതം അവനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നായികയെ കാണാം, പേര് സൂയിൻ. എന്തൊക്കെയോ ആലോചിച്ച് ടേബിളിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഓഫീസിൽ അവൾ മാത്രമാണുള്ളത്. സൂയിൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് പോലെ ലൈവ് ആയിട്ട് ഓരോ വഴിയിലൂടെയുള്ള ഓരോ കാര്യങ്ങൾ സ്ട്രീറ്റ് മൊത്തം 360 ഡിഗ്രി കാണാൻ പറ്റുന്ന തരത്തിലുള്ള റൂട്ട് മാപ്പ് ക്ലിയർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് സൂയിൻ വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് മാനേജർ ഓഫീസിലേക്ക് വരാൻ വേണ്ടി വിളിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഒരു സീനിയർ സ്റ്റാഫ് അവിടെയുള്ള ഒരു നദിയിലേക്ക്, അതായത് നമ്മൾ തുടക്കത്തിൽ കണ്ട സാൽമോജി നദിയിൽ പോയിട്ട് അവിടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. പ്രശ്നം എന്തെന്നാൽ ഒരു ഫോട്ടോയിൽ സാൽമോജി നദിയിൽ ഒരു പ്രേതത്തെ പോലെ ഒരു തല കാണാം. അത് പ്രേതം ഒന്നും അല്ല, ക്യാമറ ഗ്ലിച്ച് ആയതാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനാൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണം. എടുത്ത റൂട്ട് മാപ്പ് ഫോട്ടോസ് ഒക്കെ കണ്ട് കഴിഞ്ഞ് ഹെഡിനെ കോൾ ചെയ്ത് ആ വീഡിയോയിലുള്ള ആ ഗ്ലിച്ച് കാരണം നമ്മുടെ പ്രോജക്റ്റ് തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ആ ഒരു ക്ലിപ്പ് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം വീണ്ടും റെക്കോർഡ് ചെയ്യണം. അതിനാൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫോട്ടോസൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അതിനുശേഷം മാനേജർ ആ സ്ട്രീറ്റ് വ്യൂ വീഡിയോസും ഫോട്ടോസും എടുത്ത സീനിയർ സ്റ്റാഫിന് എത്ര കോൾ ചെയ്തിട്ടും അവൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതേയില്ല. അതിനാൽ മാനേജർ പറയുന്നു വീണ്ടും ആ സാൽമോജി നദിയിൽ പോയി അവിടുത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അതിന് ആരൊക്കെ തയ്യാറാണ് എന്ന് ചോദിക്കുമ്പോൾ സൂയിൻ കൈ പൊക്കി കാണിച്ച് ഞാൻ റെഡിയാണ് എന്ന് പറയുകയാണ്. അന്നേരം മാനേജർ നീ ഓഫീസിൽ തന്നെ ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ, അതിനാൽ ഫീൽഡിൽ പോയിട്ട് ആ വർക്ക് കൂടി ചെയ്യണോ, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ സർ നമ്മുടെ കമ്പനി മറ്റു കമ്പനിയേക്കാൾ ടോപ്പിൽ വരണം, അതിന് ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ആ മീറ്റിംഗ് കഴിഞ്ഞ് സൂയിൻ പുറത്ത് മാറി നിന്ന് പഴയ ടീമിൻ്റെ സീനിയറിന് തുടർച്ചയായി മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി, എന്തേ ഓഫീസിൽ വരാത്തത്, സുഖമില്ലേ, എന്തേ റിപ്ലൈ ഒന്നും തരാത്തേ എന്ന് പറഞ്ഞ് ഒരുപാട്
മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ സാൽമോജിയുടെ വീഡിയോസ് എടുത്ത സീനിയർ സ്റ്റാഫിന്റെ ഒരു റിപ്ലൈയും വന്നില്ല. അന്നേരം അവിടേക്ക് സൂയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വരികയാണ്. എന്നിട്ട് നീ എന്തിനാടി ആ നദിയിലേക്ക് പോകുന്നത്? നിനക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ? അത് കേട്ട് നീ അക്കാര്യത്തിൽ ഒന്നും ടെൻഷൻ ആവേണ്ട. നമ്മുടെ സീനിയർ സ്റ്റാഫിന് എന്ത് പറ്റിയെന്ന് കണ്ടുപിടിക്കണം. ആ നദിയിൽ പോയി വന്നതിന് ശേഷം അയാൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അത് എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ടീമിൽ ഞാൻ തന്നെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ സാൽമോജിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി കാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. സൂയിന്റെ കൂടെ ടീമിൽ മൊത്തമായി 5 പേരാണുള്ളത്. ആ 5 പേരിൽ ഇവനാണ് ഡ്രൈവർ ബിന്ന്. പിന്നെ ക്യാമറമാൻ ആയിട്ട് ബ്രദേഴ്സ് 2 പേരുണ്ട്, ചേട്ടൻ ജോയ്, അനിയൻ ജോജോ, പിന്നെ ഫ്രണ്ടുകാരി ജാനു. അങ്ങനെ 5 പേർ സാൽമോജി എന്ന നദിയിലേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഡ്രൈവർ ബിൻ പറയുന്നു, സാൽമോജി എന്ന ആ നദിയിൽ ഒരുപാട് പേര് കാണാതായിട്ടുണ്ട്. ഈ അടുത്ത് 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ 2 പേർ ആയിരിക്കും. അക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഫ്രണ്ടുകാരി ജാനു, ആ നദിയിൽ വിചിത്രമായ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിന്റെ അടുത്തുകൂടി പോയാൽ പോലും നദിയിലുള്ള പ്രേതം പിടികൂടും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് ക്യാമറമാൻ, ദേ കണ്ടില്ലേ, ഞാൻ നീന്തൽ വിദഗ്ധനാണ്, കുറെ മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ട്, വെള്ളത്തിൽ വീണാൽ ഏത് രീതിയിലാണെങ്കിലും നീന്തി രക്ഷപ്പെടാൻ എനിക്ക് പറ്റും എന്നൊക്കെ തള്ളിമറിക്കുകയാണ്. അന്നേരം ഫ്രണ്ടുകാരി, അതല്ല, നമ്മൾ ഇപ്പോൾ പോകുന്ന സാൽമോജി എന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഒരു കാലത്ത് വലിയൊരു ശ്മശാനം ആയിരുന്നു. പിന്നീട് അടുത്തുള്ള ഗ്രാമവാസികളൊക്കെ ചേർന്ന് അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെയായി വെള്ളത്തിനു വേണ്ടി അവിടെ ഒരു നദിയാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ ശേഷം സൂയിനോട് ചോദിക്കുന്നു, നിനക്ക് ഈ പ്രേത പിശാചുക്കളെയൊക്കെ വിശ്വാസമുണ്ടോ? അന്നേരം സൂയിൻ പറയുന്നു, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ സാൽമോജി നദിക്കരയിൽ എത്തുകയാണ്. സൂയിൻ ആ നദിയെ തന്നെ കുറുകുറു നോക്കി നിൽക്കെ വാഹനം ഒരടി മുന്നോട്ടോ പുറകോട്ടോ പോകുന്നില്ല. ശ്രമിച്ച് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് പുറകോട്ട് പോയി അവിടെ ഇടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ചട്ടിയിൽ അരിയൊക്കെ വെച്ച് മന്ത്രച്ചടങ്ങുകൾ ഒക്കെ ചെയ്തു വെച്ചതുപോലെ കാണുകയാണ്. ബിൻ ആണെങ്കിൽ വണ്ടിക്ക് എന്തു പറ്റി എന്നൊരു സംശയത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലോട്ട് പോയി ആ മന്ത്രച്ചടങ്ങുകൾ ചെയ്തു വെച്ചിരിക്കുന്ന പാറക്കെട്ടിലേക്ക് ഒരൊറ്റ ഇടി. അവിടെ ഉണ്ടായിരുന്ന അരിയും പാത്രങ്ങളൊക്കെ നിലത്തേക്ക് ഒരൊറ്റ വീഴ്ച. അന്നേരം പെട്ടെന്ന് അവിടേക്ക് ഒരു വയസ്സായ സ്ത്രീ വന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇതൊക്കെ പഴയതുപോലെ കെട്ടിവെക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയോ എന്നൊക്കെ വഴക്ക് പറയുകയാണ്. അന്നേരം സൂയിൻ ആണെങ്കിൽ, സോറി മുത്തശ്ശി, ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അറിയാണ്ട് ഇടിച്ചു പോയതാ, ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ മുത്തശ്ശി ആണെങ്കിൽ വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോവുകയായിരുന്നു, ഞാൻ അന്വേഷിക്കുന്ന ഒരാൾ ഈ ഭാഗത്താണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ സൂയിൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടുന്ന് ഒരു കല്ലെടുത്ത് സൂയിൻ്റെ കയ്യിൽ കൊടുത്ത് നിൽക്കുകയാണ്. എന്താ മുത്തശ്ശി, എന്തിനാ ഈ കല്ല് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇടിച്ചു തകർത്ത ഈ സമാധി നിങ്ങൾ തന്നെ ശരിയാക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവിടെയുള്ള കല്ല് അടുക്കി വെക്കാൻ തുടങ്ങി. അവസാനം സൂയിൻ ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്തു നിന്ന് ഒരു കൈ വന്ന് അവളുടെ കയ്യിലേക്ക് ഒരൊറ്റപ്പിടി. ആകെ ഞെട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ആ സമാധി നോർമലായിട്ടാണ് കാണുന്നത്. അത് കണ്ട് മുത്തശ്ശി ഒരുമാതിരി ചിരിച്ചിട്ട്, എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ തിരിച്ച് തോട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കംപ്ലീറ്റ് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ഉടനെ ഇവിടുന്ന് മടങ്ങണം എന്ന് സൂയിൻ പറയുകയാണ്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വെള്ള കളർ ബോക്സ് കാണുകയും അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എന്തോ കണ്ട് ആകെ ഭയന്ന് ബോക്സ് താഴെ ഇട്ട് നോക്കിയാൽ അതിൽ മൊത്തം പുഴുക്കളാണ്. അത് കണ്ട് ക്യാമറമാൻ, അയ്യോ മേഡം, അത് കളയല്ലേ, മീൻ പിടിക്കാൻ ആ പുഴുക്കളെ ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. ബിന്നും ജാനും നദിയിൽ ഇറങ്ങാൻ എയർ ബോട്ടിൽ കാറ്റ് നിറക്കുമ്പോൾ അവിടേക്ക് സൂയിൻ വന്ന്, നിങ്ങളോട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ നദിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്? അന്നേരം ജാനു, അത് പിന്നെ ഞാൻ പ്രേത പിശാചുക്കളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഏതായാലും ഇവിടെ വന്നില്ലേ, ഇവിടുത്തെ പ്രേതാനുഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്താ വന്നത്. അത് കേട്ട് സൂയിൻ ദേഷ്യത്തിൽ കാറിന്റെ അടുത്ത് പോയി ഹോൺ അടിച്ച് എല്ലാരെയും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ്, നമ്മൾ ഇവിടെ ഉല്ലാസയാത്രയ്ക്ക് വന്നതല്ല, നമ്മുടെ ജോലിയുടെ ഭാഗമായി ഫോട്ടോസ് എടുക്കാൻ വന്നതാ. ആദ്യം ജോലി അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, എന്നാൽ ജോലി കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ പണി തുടങ്ങി. സൂയിനും ജോജോയും കൂടി ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ച ആ റൂട്ടിലേക്ക് നടന്നു പോവുകയാണ്. ആ വഴിയിലൂടെ മൊത്തം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് തീർക്കും.
തീർക്കാൻ 2 മണിക്കൂർ വേണം. പെട്ടെന്ന് ജോയ് വാക്കി ടോക്കി വഴി GPS-ൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തിരിച്ചു വാ എന്ന് പറയുകയും അങ്ങനെ സൂയിനും ജോജോയും തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവരുടെ സ്ഥലത്തിലെ GPS ലൊക്കേഷൻ വർക്ക് ആകുന്നില്ല. ഇതെന്താ സംഭവം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സൂയിൻ അന്വേഷിച്ചു വന്ന സീനിയർ സ്റ്റാഫ് അവിടേക്ക് വരികയാണ്. ആ സീനിയർ പയ്യനെ കാണുമ്പോൾ തന്നെ സൂയിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സീനിയർ പയ്യൻ നേരെ വന്ന് അവിടെയുള്ള സിഗ്നൽ കട്ട എടുത്ത് നേരെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ അയ്യോ ഇവനെന്താ പ്രേതബാധ കയറിയോ എന്ന് എല്ലാവരും കൗതുകത്തോടെ നോക്കുമ്പോൾ സംഭവം അങ്ങനെയല്ല. അവൻ ആ വെള്ളത്തിൽ ഇറങ്ങി സിഗ്നൽ കട്ട പൊക്കി വെച്ച് ഇപ്പോൾ എങ്ങനെയുണ്ട്, സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം. നോക്കിയാൽ ഇപ്പോൾ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അവിടേക്ക് സൂയിൻ പോയിട്ട് സീനിയർ സാറേ നിങ്ങൾ എന്തിനാ വെള്ളത്തിലൊക്കെ ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സിഗ്നൽ ഇവിടെ മാത്രമേ കിട്ടൂ, എന്നെ ഓർത്ത് നീ വിഷമിക്കേണ്ട, നീയല്ലേ ഇപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ലീഡർ. അതെ അതൊക്കെ പോട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്, എവിടെയായിരുന്നു ഇത്രയും നാൾ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കുറിച്ച് അറിയാൻ ഇത്രയും ആഗ്രഹം എന്തിന്, ആദ്യം വന്ന കാര്യം ചെയ്തിട്ട് പോകാൻ നോക്ക്, അതിനുശേഷം ഞാൻ എല്ലാ കാര്യവും പറയാം എന്ന് പറഞ്ഞ് സീനിയർ അവിടുന്ന് പോവുകയാണ്. ബിന്നും ജാനും തമ്മിൽ പ്രണയത്തിലാണ്. ബിന്ന് ക്യാമറയിൽ ലൊക്കേഷൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കൂടെയുള്ള ജാനുവിന് അവിടെ ഒരു സമാധി ഉള്ളതായി കാണുകയാണ്. പണ്ട് ഇവിടെ ശ്മശാനം ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, ജാനു ആണെങ്കിൽ ആ സമാധിക്ക് ഒരു മര്യാദ പോലും കൊടുക്കാതെ ചവിട്ടി ഫോട്ടോസ് എടുക്കുകയാണ്. ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ടാണ് ഉള്ളത്. ആ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഫോക്കസ് 2 പേരെ കൂടാതെ മൂന്നാമത് ഒരാൾ ഫോക്കസായി കാണുകയാണ്. അത് ആ നദിയിലുള്ള പ്രേതത്തെയാണ്. ആ പ്രേതം അവരുടെ അടുത്തേക്ക് വരുന്നതായി കാണാം. ബിന്ന് ആണെങ്കിൽ പതുക്കെ അവളുടെ പുറകെ പോയി അവളെ ഭയപ്പെടുത്തി നിൽക്കുകയാണ്. ഇതേ നേരം മറ്റേ വശത്ത് ജോയ് ആണെങ്കിൽ ജോജോന്റെ ശരീരത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്തു വെച്ചിട്ട് അവനെ 3 കിലോമീറ്റർ നടക്കാൻ വേണ്ടി വിടുകയാണ്. അതോടെ ആ റൂട്ട് മാപ്പ് റെക്കോർഡും ആവും. എടാ നേരെ നടക്കണം, വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് വഴി തെറ്റി നടക്കരുത് എന്ന് പറഞ്ഞ് അനിയനെ പറഞ്ഞു വിട്ടിട്ട് ജോയ് തിരിച്ച് സ്പോട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. അതേപോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സൂയിൻ മോണിറ്ററിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ ജോജോ ക്യാമറയുമായി കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ 360 ക്യാമറ ആണല്ലോ. സൂയിൻ അത് തിരിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് അതിലൂടെ ഒരു രൂപം കടന്നു പോകുന്നതായി കാണുകയാണ്. അതിനാൽ സൂയിൻ ജോജോയോട് വാക്കി ടോക്കി വഴി ഡാ പെട്ടെന്ന് പിന്നോട്ടേക്ക് നടക്ക് എന്ന് പറയുകയാണ്. എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, പെട്ടെന്ന് പിന്നോട്ട് വാ, കുറച്ചുകൂടി പിന്നോട്ട് വാ. അത് കേട്ട് അവൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചെങ്കിലും ക്യാമറ വഴി നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ആ രൂപത്തെ കാണാനില്ല. അതിനാൽ സോറിഡാ എന്തോ ഒരു രൂപത്തെ കണ്ട പോലെ തോന്നിയതാവും, ശരി നീ മുന്നോട്ട് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. നോക്കിയാൽ ദേ ഒരു കരിഞ്ഞ പ്രേതം മറഞ്ഞു നിന്ന് കുറുകുറുന്ന് നോക്കുന്നു. വീണ്ടും സൂയിൻ ആ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ പ്രേതം ഓരോ ഭാഗത്തായി നിൽക്കുന്നതായി കാണുകയാണ്. എടാ നിന്റെ ചുറ്റിലും എന്തെങ്കിലും അമാനുഷികമായ രൂപത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവൻ ചുറ്റിലും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. എന്താ മേഡം ഇവിടെ ആരുമില്ല, അത്ര സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് ഇവിടെ ഒന്ന് നോക്ക് എന്ന് ഒരൽപ്പം ദേഷ്യത്തോടെ അവൻ പറയുമ്പോൾ ഓക്കെ എല്ലാം എൻ്റെ തോന്നലായിരിക്കാം, മുന്നോട്ട് തന്നെ പോയിക്കോ എന്ന് പറയുകയാണ്. എന്നാൽ അവൻ നടന്നു പോയി നദിയുടെ അടുത്ത് എത്താറായപ്പോൾ പെട്ടെന്ന് ആ കറുത്ത രൂപം അവനും കാണുകയാണ്. മെല്ലെ പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അതേപോലെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ശബ്ദം, വെള്ളത്തിൽ കല്ലെറിഞ്ഞാൽ തിരമാല പോലെ പോകില്ലേ, അതേപോലെ ഒരു കാഴ്ച. ചിലപ്പോൾ തവള എടുത്ത് ചാടിയതായിരിക്കാം എന്ന് കരുതി അവിടുന്ന് പോകാൻ നോക്കിയെങ്കിലും ജോജോന്റെ നിഴൽ മാത്രം വെള്ളത്തിൽ തന്നെ കാണാം. അവന് സംശയം തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആ നിഴൽ ഇല്ല, എല്ലാം നോർമലായിട്ടാണ് കാണുന്നത്. ഇതേ നേരം സൂയിൻ ആണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോണിറ്ററിൽ നോക്കുകയാണല്ലോ. അന്നേരം അവൻ വെള്ളത്തിൽ നിഴൽ കണ്ട് കൈ കാട്ടുന്ന കാര്യങ്ങളൊക്കെ സൂയിയും കാണുകയും അവൻ എന്താ അവിടെ ചെയ്യുന്നേ എന്ന് ലൈവ് ക്യാമറയിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അതേ രൂപത്തിൽ ദേ വരുന്ന ഒരു പ്രേതം. അത് കണ്ട് സൂയിൻ ഭയന്ന് എടാ തിരിഞ്ഞു നോക്ക്. അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആ രൂപത്തെ കാണാനില്ല. അതേപോലെ സൂയിൻ വാക്കി ടോക്കി വഴി സംസാരിക്കുന്നത് അവന് ക്ലിയർ ആയിട്ട് കേൾക്കുന്നതുമില്ല, വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. അതിനാൽ വാക്കി ടോക്കി ഓഫ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് അവൻ്റെ തലയിൽ ഒരു തുള്ളി വെള്ളം ഒറ്റുകയാണ്. അതാരാ വെള്ളം ഒഴിച്ചത് എന്ന് നോക്കുമ്പോൾ പെട്ടെന്നൊരു ലേഡിയുടെ വെട്ടിയ തല അവൻ്റെ ദേഹത്തേക്ക് ഒരൊറ്റ വീഴ്ച. ആകെ ഭയന്ന് ഞെട്ടി അവൻ വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴ്ച. ആ കാര്യങ്ങളൊക്കെ സൂയിൻ മോണിറ്റർ വഴി നോക്കുന്നുണ്ടല്ലോ. ജോജോയ്ക്ക് എന്തു പറ്റി എന്ന് ഭയന്ന് അവൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. കൂടെ അവൻ്റെ ബ്രദർ ജോയിയും. അതൊക്കെ സീനിയർ ഒരുമാതിരി ഗൗരവത്തിൽ നോക്കുകയാണ്. അങ്ങനെ 2 പേരും ആ നദിക്കരയിലെത്തി ജോജോയെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ നോക്കിയാൽ ആ നദിയിൽ ഒരു ലേഡിയുടെ തല മാത്രം കാണുകയാണ്. അതായത് തലമുടി മാത്രം കാണാം. അതാരുടെ തലമുടിയാ എന്ന് കൗതുകത്തോടെ അടുത്തേക്ക്
അങ്ങോട്ടേക്ക് പോയപ്പോൾ പെട്ടെന്ന് ആ തലയെ ആരോ വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതേപോലെ വെള്ളത്തിൽ വീണ ജോജോ പെട്ടെന്ന് പൊങ്ങി എഴുന്നേറ്റ് രക്ഷപ്പെട്ട് മരണ ഭയത്തോടെ ഓടി വരികയാണ്. മതിയായി, ഇനി ഞാൻ ഒന്നിനുമില്ല, ഈ ജോലി തന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഒക്കെ ഊരി മാറ്റി വെക്കുകയാണ്. ജോയി ആണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കിട്ടിയ തല കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് ജോജോ, എടാ നീ എന്താ ചെയ്യുന്നേ, അത് പെട്ടെന്ന് കളയ്, അതൊരു ലേഡിയുടെ തലയാണ് എന്ന് പറയുമ്പോൾ, തലയോ, ഇത് തലയല്ല, ഇത് വെറും വിഗ്ഗാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തലമുടിക്ക് അകത്തു നിന്നും ഒരു അരി നിറച്ച പാത്രം താഴെ വീണ് പൊട്ടുകയാണ്. അതൊന്നും കാര്യമാക്കാതെ അവർ അവിടെ ഓരോ വൃത്തികെട്ട പണി ചെയ്യാൻ തുടങ്ങി. അതായത് ആ നദിയിലേക്ക് തുപ്പുകയും മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അവിടേക്ക് ജാനു വന്ന് അവളുടെ ഫോണിലുള്ള ആ പ്രേതത്തിന്റെ ഫോട്ടോ ജോജോന് കാണിച്ചു കൊടുത്തിട്ട്, ഈ പ്രേതത്തെയാണോ നീ വെള്ളത്തിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, ഏകദേശം ഇതേപോലെയാ ഞാൻ കണ്ടത്. ഓ അതെയോ, എന്നാൽ ഇക്കാര്യം നീ എന്റെ ചാനലിൽ പറയോ എന്നൊക്കെ അവൾ ആഗ്രഹത്തോടെ ചോദിക്കുകയാണ്. ഇതേ നേരം സൂയിൻ ആണെങ്കിൽ മാനേജർക്ക് കോൾ ചെയ്ത്, സർ, ജോജോ ക്യാമറയോട് കൂടി വെള്ളത്തിൽ വീണതിനാൽ ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ന് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ബാക്കി ജോലി നാളെ വന്ന് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ മാനേജർ ആണെങ്കിൽ സൂയിയെ വഴക്ക് പറയുകയാണ്. എന്താ ഇത് കുട്ടിക്കളിയാണോ? എത്ര വലിയ പ്രോജക്റ്റാണെന്ന് അറിയില്ലേ? എത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും നാളെ അങ്ങോട്ടേക്ക് പോയി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എത്ര സമയമാണ് വേസ്റ്റ് ആവുന്നത്? അതിനാൽ എനിക്ക് ഒന്നും അറിയണ്ട, നിങ്ങൾ എന്ത് ചെയ്താലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ എല്ലാ ഫോട്ടോസും വീഡിയോസും എടുത്തു കഴിഞ്ഞ് എനിക്ക് അയച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? വെള്ളത്തിൽ നഷ്ടപ്പെട്ട എക്യുപ്മെൻറ്റ്സ് മാത്രമല്ലേ? അത് ഞാൻ തന്നെ റെഡിയാക്കി അങ്ങോട്ടേക്ക് അയച്ചു തരാം, കുറച്ച് വെയിറ്റ് ചെയ്യ്, പെട്ടെന്ന് അവിടത്തേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് മാനേജർ കോൾ കട്ട് ചെയ്യുകയാണ്. അതേ ഓഫീസിലാണ് സൂയിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടും ഉള്ളത്. അവനിപ്പോൾ മാനേജർ സൂയിനോട് സംസാരിക്കുന്നത് കേട്ടിട്ട്, എന്താ സാറേ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് അങ്ങനെ മാനേജർ അവൻ്റെ കയ്യിൽ അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു വിടുകയാണ്. ഇതേ നേരം മറ്റേ വശത്ത് സൂയിൻ ആണെങ്കിൽ ക്യാമറമാനോട്, ഞാൻ ഇപ്പോഴാ മാനേജറെ വിളിച്ച് സംസാരിച്ചത്, ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വേണ്ട എന്ന് മാനേജർ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തുവിടും, പെട്ടെന്ന് നമ്മൾ ജോലിയെല്ലാം തീർക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് ജോയി അതിന് സമ്മതിക്കുന്നതേയില്ല. മാനേജർക്ക് എന്താ തലക്ക് ഭ്രാന്താണോ? ഇവിടുത്തെ അവസ്ഥ മാനേജറോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? അത് പിന്നെ ഇന്ന് നമ്മൾ തിരിച്ച് സിറ്റിയിൽ പോയി താമസിച്ച് രാവിലെ വന്ന് ജോലിയൊക്കെ തുടങ്ങുമ്പോൾ പിന്നെയും ലേറ്റാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ ടെൻറ്റ് വിരിച്ച് കഴിയാം, രാവിലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഉടനെ നമുക്ക് ഈ സ്ഥലം വിട്ടു പോകാം. അങ്ങനെ ചെയ്താൽ ക്യാമറയുടെയും നിങ്ങളുടെ സാലറിയും ഇരട്ടിയായി തരും എന്ന് മാനേജർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവരെല്ലാം അതിന് സമ്മതിക്കുകയാണ്. അന്നേരം അവിടേക്ക് സീനിയർ വന്നിട്ട്, ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് ഒക്കെ തിരിച്ചു കിട്ടി, പക്ഷെ വെള്ളത്തിൽ വീണ കൺട്രോളർ മാത്രം കിട്ടിയില്ല, എന്നെ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുമോ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി പോവുകയാണ്. അന്നേരം കൃത്യം സൂയിന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കോൾ വരികയാണ്. മാനേജർ എല്ലാ എക്യുപ്മെന്റ്സ് എൻ്റെ കയ്യിലാണ് തന്നുവിട്ടത്, ശരി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ, സീനിയർ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞതും, എന്ത് സീനിയർ അവിടെ ഉണ്ടെന്നോ, അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ്റെ പ്രവൃത്തിയും നടത്തം ഒക്കെ വ്യത്യസ്തമാണ്, ഭയങ്കര ഗൗരവമാണ്, സൈലൻറ്റും ആണ്, എല്ലാം കാണുമ്പോൾ എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നുണ്ട്. ശരി, അയാളോട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം ചോദിച്ചാൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. മറ്റേ വശത്ത് എല്ലാവരും സീനിയർ പറഞ്ഞതനുസരിച്ച് അവൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ജോയും ജോജോയും ഒരു വശത്തും ജാനും ബിന്നും ഒരു വശത്തും തിരയാൻ തുടങ്ങി. അന്നേരം ജാനു, എടാ ആ സ്ട്രീറ്റ് വ്യൂ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഈ ഭാഗത്തല്ലേ ആ പ്രേതത്തിന്റെ ഫോട്ടോ കണ്ടത്? അതേടി, ആ മരത്തിന്റെ അടുത്തല്ലേ കണ്ടത് എന്നൊക്കെ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഒരു വശത്ത് സൂയിൻ നദിയിൽ അവളുടെ പ്രതിബിംബം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് ആരോ വരികയാണ്. അത് സീനിയർ ആയിരുന്നു. എന്തായി, എക്യുപ്മെന്റ്സ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സൂയിൻ പറയുകയാണ്. അതേപോലെ ഇതാണ് പറ്റിയ സമയം എന്ന് കരുതി സീനിയറിനോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തേ എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത്? കോൾ അറ്റൻഡ് പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ പിന്നീട് പറയാം എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയുകയാണ്. അന്നേരം എന്താണ് ആഗ്രഹം, എന്താണ് സാധിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും സീനിയർ മറുപടി പറയാതെ ജോയിയെ വിളിച്ച്, വാ നമുക്ക് കൺട്രോളർ എവിടെയാണെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ നേരം ഇരുട്ടിത്തുടങ്ങി. എല്ലാവരും ഇപ്പോഴും ആ വെള്ളത്തിൽ വീണ എക്യുപ്മെന്റ്സ് ഒക്കെ അന്വേഷിക്കുകയാണ്. ജാനു ആണെങ്കിൽ നൈറ്റ് വിഷൻ ക്യാമറ പിടിച്ച് നദിക്കരയിൽ നിൽപ്പുണ്ട്. നടക്കുന്ന വീഡിയോസ്
ഒക്കെ എടുക്കുകയാണ്. അന്നേരം അവിടെ നിലത്ത് മനുഷ്യൻ്റെ തല പോലെ ഒരു രൂപം അതിനെ ചവിട്ടി ചവിട്ടി നോക്കുകയാണ്. പെട്ടെന്ന് അത് എഴുന്നേൽക്കും എന്ന് കരുതിയാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ മനുഷ്യൻ്റെ രൂപം ഒരു ലൈൻ വരച്ച പോലെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ജാനു പറയുന്നത് ഈ ക്യാമറ സാധാരണ ഒരു ക്യാമറ പോലെയല്ല, ഇതിൽ മനുഷ്യരുടെ മാത്രമല്ല പ്രേതത്തിനെയും സെൻസ് ചെയ്ത് കാണിച്ചു തരും. ഇന്ന് എന്തായാലും പ്രേതത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞ് ആ ക്യാമറ ചുറ്റിലും തിരിച്ച് വീഡിയോ എടുക്കുകയാണ്. എന്നാൽ അവിടെ പ്രേതം ഉള്ളതായി സെൻസ് ചെയ്ത് കാണുന്നതേയില്ല. സൂയിൻ ആണെങ്കിൽ സീനിയർക്ക് കോൾ ചെയ്യുകയാണ്. എന്തെന്നാൽ സീനിയറിനെ കുറെ നേരമായി കാണാനില്ല. അതേപോലെ സീനിയർ കൂട്ടിക്കൊണ്ടുപോയ ജോജോയും കാണാനില്ല. കോൾ കണക്ട് ആകുന്നില്ല. അതിനാൽ പതുക്കെ ഒരു ഭാഗത്തേക്കായി അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ ഇരുട്ടത്ത് ഒരു രൂപം നിൽക്കുന്നതായി കാണുകയാണ്. അതെന്താ സംഭവം എന്ന് മുന്നോട്ട് പോകാൻ ഒരടി മുന്നോട്ട് വെച്ചതും അവളുടെ കാലിൽ എന്തോ തടയുന്ന പോലെ ഫീൽ ആവുകയാണ്. എന്താണെന്ന് നോക്കിയാൽ അതൊരു മെമ്മറി കാർഡാണ്. ഉടനെ പോയി ജാനുവിന്റെ കയ്യിലുള്ള ഡിവൈസ് വാങ്ങി അതിലേക്ക് മെമ്മറി കാർഡ് ഇട്ട് നോക്കുമ്പോൾ അതിൽ ഈ സ്ഥലത്തിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തത് സീനിയർ ആയിരുന്നു. അവന്റെ ടീമാണ് എല്ലാം ചെയ്തത്. അതിൽ നേരത്തെ ഇവർ കാർ ഇടിച്ചിട്ട ഒരു സമാധി ഉണ്ടല്ലോ, അതേപോലെയുണ്ട്. ഈ വീഡിയോയിൽ വെള്ളത്തിലാണ് കാണുന്നത്. ആ സമാധിയെ സീനിയർ തൊട്ടു നോക്കിയിരുന്നു. അതേപോലെ അതിൽ നിന്നും കല്ലെടുത്ത് അടുക്കി വെച്ചിരുന്നു. അതേപോലെ അവിടുന്ന് അവൻ കല്ലെടുക്കുമ്പോൾ സമാധിക്കകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. എന്നാൽ ക്യാമറയിൽ ഗ്ലിച്ച് ആയതുകൊണ്ട് അവിടെ സമാധിയിൽ ഉള്ളത് എന്താണെന്ന് കാണാനും പറ്റുന്നില്ല. അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് എക്സ് ബോയ് ഫ്രണ്ട് സൂയിക്ക് കോൾ ചെയ്ത്, എടീ സീനിയർ അവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ, അയാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ, സീനിയർ നമ്മുടെ ജോജോയെ കൂട്ടി കാണാതായ കൺട്രോളർ അന്വേഷിച്ച് പോയിരുന്നു, കുറെ നേരമായി കാണാനില്ല, എന്താ കാര്യം എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇപ്പോഴാണ് ഒരു ന്യൂസ് കേട്ടത്, നീ കണ്ടെന്ന് പറഞ്ഞ സീനിയർ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചുപോയി. അത് കേട്ടതും സൂയിൻ ഞെട്ടുകയാണ്. നീ എന്തൊക്കെയാടാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കോൾ കട്ടാവുകയാണ്. ഇതേ നേരം ബിന്നും ജോയും നദിയിൽ കല്ലെറിഞ്ഞ് കളിക്കുകയായിരുന്നു. അതിൽ ആദ്യം ബിന്ന് കല്ലെടുത്ത് നദിയിലേക്ക് എറിഞ്ഞപ്പോൾ അത് 1, 2, 5 തവണ ജമ്പ് ചെയ്ത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്. എന്നാൽ രണ്ടാമതായി ജോയി കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് കല്ല് തുള്ളി തുള്ളി തെറിച്ചു പോകുന്ന ആ ശബ്ദം കണ്ടിന്യൂസ് ആയി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എടാ, അതെന്താ കല്ല് വെള്ളത്തിൽ താഴ്ന്നു പോകാതെ? ആ ശബ്ദം എനിക്ക് മാത്രമാണോ കേൾക്കുന്നത്, അതോ നിനക്കും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിന്ന് ആണെങ്കിൽ എനിക്കും കേൾക്കാം എന്ന് പറയുകയാണ്. ആ കല്ല് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റിലേക്ക് പോയി പതിച്ച് ലൈറ്റ് ഉടഞ്ഞ് താഴെ വീഴുകയാണ്. അവിടേക്ക് സൂയി വന്ന് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ ആ ലൈറ്റിലേക്ക് വന്ന് ഇടിച്ചത് കല്ലായിരുന്നില്ല, അതൊരു കാക്കയായിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. ജാനു പോയി നോക്കുമ്പോൾ അത് പ്രേതപിശാചുക്കളോട് സംസാരിക്കാൻ സഹായിക്കുന്ന ഡിവൈസ് ആണ്. ആ ഡിവൈസിനെ കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ, എന്ത് പ്രേതത്തോട് സംസാരിക്കുന്ന ഡിവൈസോ, എങ്കിൽ അത് ഓൺ ചെയ്യ്, അതിലൂടെ സംസാരിച്ച് നോക്ക് എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ അങ്ങനെ ജാനു ആ ഡിവൈസ് എടുത്ത് പ്രേതം എവിടെയാ ഉള്ളത് എന്ന് ഓരോ ഭാഗത്തേക്കായി കൊണ്ടുപോയി നോക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഇവിടെയാ ഉള്ളത് എന്ന് ആ ഡിവൈസിൽ നിന്ന് പ്രേതത്തിൻ്റെ വോയിസ് വരികയാണ്. അത് കണ്ട് ജോയ് ആ ഡിവൈസ് വാങ്ങി, ഞാൻ ഇതിനോട് ഒന്ന് സംസാരിക്കട്ടെ, നീ വെറുതെ പറ്റിക്കാൻ നോക്കുന്നതാണോ എന്ന് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആ ഡിവൈസ് വാങ്ങി ജോയ് പ്രേതത്തോട് സംസാരിക്കാൻ തുടങ്ങി. നീ ആരാ, ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച പ്രേതം ആണോ എന്ന് ചോദിക്കുമ്പോൾ പ്രേതം അതേ എന്ന് പറയുകയാണ്. അത് ശരി, നേരത്തെ കാക്കയെ വലിച്ചെറിഞ്ഞ് ലൈറ്റ് ഉടച്ച ബഗിടത്തി പ്രേതം നീ തന്നെയാണോ എന്ന് തമാശ രീതിയിൽ ചോദിക്കുമ്പോൾ പ്രേതം മറുപടി പറയുന്നതേയില്ല. അതിനാൽ ജോയ് കളിയാക്കിക്കൊണ്ട്, കണ്ടില്ലേ, പ്രേതം പേടിച്ചു പോയി, പ്രേതം ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അതിൽ പ്രേതത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതും ആണിൻ്റെ ശബ്ദവും പെണ്ണിൻ്റെ ശബ്ദവും മാറി മാറി കേൾക്കാൻ തുടങ്ങി. നേരത്തെ മരിച്ചു എന്ന വോയിസ് ആണ് അതിൽ നിന്ന് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ സൂയിൻ സ്തംഭിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ സീനിയർ പ്രത്യക്ഷപ്പെട്ട്, ഞാൻ നീ കാരണമാണ് മരിച്ചത് എന്ന് പറയുകയാണ്. അത് കേട്ട് പെട്ടെന്ന് സൂയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അതിനാൽ ഉടനെ എല്ലാവരോടും സീനിയറും ജോർജും എവിടെയാ പോയത് എന്ന് എത്രയും പെട്ടെന്ന് എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരെ അന്വേഷിക്കാൻ തുടങ്ങി. ഇതേ നേരം മറ്റേ വശത്ത് നോക്കിയാൽ ജോജോ ആണെങ്കിൽ മുന്നോട്ട് നടന്നു പോവുകയാണ്. സീനിയർ ആണെങ്കിൽ പുറകിൽ തന്നെയുണ്ട്. ഇനി എത്ര ദൂരം പോകണം എന്ന് ജോജോ ചോദിക്കുമ്പോൾ സീനിയർ ആണെങ്കിൽ കുറച്ച് മുമ്പിലോട്ട് പോയാൽ മതി, കുറച്ചു നേരം മുൻപിലോട്ട് പോയാൽ മതി എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ എന്താ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ സീനിയറിനെ കാണാനേ ഇല്ല. നോക്കിയാൽ അവൻ ഇപ്പോൾ നിന്നിട്ടുള്ളത് ആ നദിയുടെ മധ്യത്തിലാണ്. സീനിയറെ, എവിടെയാ നിങ്ങൾ എന്ന് അയാളെ വിളിച്ചെങ്കിലും അയാളെ കാണാനില്ല. നോക്കിയാൽ ദേ അവിടെ ആ പ്രേതം നിൽക്കുന്നു. അത് ആരാണെന്ന് മനസ്സിലാവാതെ എന്തിനാ ഈ നട്ടപ്പാതിരാക്കി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പതുക്കെ അടുത്തുപോയി ആ മോന്ത കാണാൻ തൊടാൻ നോക്കുമ്പോൾ
പെട്ടെന്ന് പ്രേതം വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും എവിടെ പോയി അവൾ എന്ന് ലൈറ്റ് അടിച്ച് ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഡെഡ് ബോഡി വെള്ളത്തിലേക്ക് പൊങ്ങി വരികയാണ്. ഒരു ബോഡി അല്ല, അവിടെ ഒരുപാട് തല പൊങ്ങി വരുന്നത് കാണാം. പേടിച്ച് അവിടുന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആ പ്രേതം പ്രത്യക്ഷപ്പെട്ട് അവനെ കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. മറ്റേ വശത്ത് രണ്ടുപേരെ അന്വേഷിച്ചു വന്ന സൂയിൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഏത് വഴിയിലൂടെ പോകണം എന്ന് അറിയാൻ പറ്റുന്നില്ല. ആകെ ഭയന്ന് ഓരോ വശത്തു കൂടി പോകാൻ തുടങ്ങി. അവിടെയുള്ള മരങ്ങളിൽ ഒക്കെ മനുഷ്യന്റെ തലമുടി പോലെ വേരുകൾ കാണാം. പെട്ടെന്ന് ഒരു വേരിന്റെ കൂട്ടം താഴെ വീഴുന്നത് കണ്ട് ആകെ ഭയപ്പെടുകയാണ്. അങ്ങനെ നടന്ന് നദിക്കരയിൽ എത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം. ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ജോയ് എത്തുകയാണ്. എന്താ മേഡം, നദിയിൽ ആ പ്രേതത്തെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൂയിൻ ഇല്ല എന്ന് പറയുകയാണ്. എന്താ മേഡം, ഇക്കാലത്ത് പ്രേതം പിശാചി എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ടോർച്ച് അടിച്ച് ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേ അവിടെ അവന്റെ ചേട്ടനെ ജോജോയെ കൊടൂരമായി കൊന്നു തൂക്കി നിർത്തിയിരിക്കുന്നു. ആകെ ഭയന്ന് വിഷമിച്ച് ജോജോയെ താഴെ ഇറക്കി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മറ്റൊരു വശത്ത് ബിന്നും ജാനും നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ പ്രേതത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി പോകുമ്പോൾ അവിടെ ദൂരെ ആരോ നിൽക്കുന്നതായി ഡിറ്റക്ട് ചെയ്യുകയാണ്. പതുക്കെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്നിട്ടുള്ളത് സീനിയർ ആണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുമ്പോൾ സീനിയർ അവിടെ കല്ലുകൊണ്ട് സമാധി നന്നാക്കുകയായിരുന്നു. പെട്ടെന്ന് ആരൊക്കെയോ കരയുന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുകയും വീണ്ടും സീനിയറിനെ നോക്കുമ്പോൾ അവിടെ സീനിയറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു പ്രേതമാണ്. പ്രേതം അലറി രണ്ടുപേരുടെയും നേർക്ക് ഒരൊറ്റ വരവ്. ഭയന്ന് രണ്ടുപേരും ഓടാൻ തുടങ്ങി. ജോയ് ആണെങ്കിൽ മരിച്ചുപോയ ജോജോയെ കെട്ടിപ്പിടിച്ച് അലറിക്കരയുകയാണ്. ബിന്നും ജാനും ഓടി വരുന്നത് സൂയിൻ കാണുകയും അവിടേക്ക് ഓടിച്ചെന്ന് എന്തു പറ്റി, എന്തിനാ അലറി ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട, എത്രയും പെട്ടെന്ന് പോയി രക്ഷപ്പെടാം എന്ന തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ അതിനുശേഷം മറ്റൊരു വശത്ത് എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ലൊക്കേഷൻ നോക്കി നദിക്കരയുടെ അടുത്തേക്ക് എത്താറായി. എന്നാൽ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ലൊക്കേഷൻ മാറി മാറി കാണിക്കുകയാണ്. ലെഫ്റ്റിലോട്ട് പോണോ റൈറ്റിലോട്ട് പോണോ എന്ന് കൃത്യമായി ലൊക്കേഷനിൽ കാണിക്കുന്നില്ല. അതിനാൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ അടുത്ത് ഒരു വീട് കാണുന്നത്. അങ്ങനെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ആ വീട്ടിൽ പോയി കറക്റ്റ് വഴി ചോദിച്ചു പോകാം എന്ന് കരുതി വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ച് പൂജകളൊക്കെ ചെയ്ത പോലെ കാണുകയാണ്. ഇവർ ആദ്യം നദിക്കരയിൽ വന്നപ്പോൾ ഒരു മുത്തശ്ശിയെ കണ്ടിരുന്നില്ലേ, ആ മുത്തശ്ശി ഇപ്പോൾ പുറത്തേക്ക് ആരോ തള്ളിയിട്ട പോലെ ഒരൊറ്റ വീഴ്ച. നോക്കിയാൽ ദേ ഒരു പ്രേതത്തിന്റെ കൈ പതുക്കെ അകത്തേക്ക് പോകുന്നു. ആ പ്രേതം മുത്തശ്ശിയെ ഉപദ്രവിച്ചതാണ്. ബോയ് ഫ്രണ്ട് നേരെ പോയി മുത്തശ്ശിയോട് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അറയിൽ എൻ്റെ മകളെ അടച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. മുത്തശ്ശിയുടെ മകൾ പ്രേതം ആണെന്ന് തോന്നുന്നു, നീ എന്തിനാ ഇതുവഴി വന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകേണ്ട വഴി അറിയില്ല, അതുകൊണ്ടാ വന്നേ എന്ന് ബോയ് ഫ്രണ്ട് പറയുകയാണ്. എന്നാൽ അവൻ പോകേണ്ട സ്ഥലം ഏതാണെന്ന് അവൻ പറയുന്നതിന് മുൻപ് തന്നെ മുത്തശ്ശിയാണെങ്കിൽ നീ ആ നദിയിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അവൻ ഷോക്കായി നിൽക്കുമ്പോൾ ഇപ്പോൾ മറ്റേ വശത്ത് ജോജോയുടെ ശരീരം മാറ്റിക്കിടത്തി മൂടി വെച്ചിട്ട് നിൽക്കുമ്പോൾ ജോയ്ക്ക് ഒരു സംശയം, സീനിയർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല. എന്തെന്നാൽ സീനിയറിന്റെ കൂടെയാണല്ലോ ജോജോ പോയത്, അതുകൊണ്ട് ജോജോയെ സീനിയർ ആയിരിക്കും കൊന്നത് എന്ന് ജോയ് വിശ്വസിക്കുന്നു. സീനിയർ ആണ് കൊന്നത് എന്ന് തെളിവൊന്നും ഇല്ലല്ലോ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് എന്താ നടന്നതെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് സൂയിൻ പറയുമ്പോൾ ഇല്ല, സീനിയർ തന്നെയാണ് കൊന്നത്, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെ ഞാൻ കൊല്ലും, സത്യം പറ, നിങ്ങൾക്കൊക്കെ അറിയാം സീനിയർ എവിടെയാ ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. അതൊക്കെ കേട്ട് ഇപ്പോൾ സൂയിൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ സത്യം പറയുകയാണ്. മരിച്ചുപോയ ഒരാളെ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തി തരേണ്ടത്, സീനിയർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് കോൾ ചെയ്തിരുന്നു, അവനാണ് പറഞ്ഞത് ഇന്നലെ രാത്രി സീനിയർ ഹോസ്പിറ്റലിൽ മരിച്ചു പോയിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ജോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്, സീനിയർ ഇത്രയും നേരം നമ്മുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നതേയില്ല. സീനിയർ പ്രേതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ, നിങ്ങൾക്ക് കുറച്ച് വിവരമില്ലേ, നാളെ നിങ്ങൾ എന്നെയും പ്രേതം എന്ന് പറയില്ലേ. ശരി, നിങ്ങൾ പറയുന്ന പോലെ അവൻ പ്രേതം ആണെങ്കിലും എൻ്റെ ചേട്ടനെ ജോജോയെ എന്തിനാണ് സീനിയർ കൊന്നത്, അവന് എന്ത് തെറ്റാ ചെയ്തത്
പറ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് കല്ല് തമ്മിൽ കൂട്ടിയടിക്കുന്ന പോലത്തെ ടിക് ടിക് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേ സീനിയർ, അവനാണ് കല്ല് തട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ജോയ് ദേഷ്യത്തിൽ എന്റെ ചേട്ടനെ കൊന്നിട്ട് കല്ല് കൊട്ടി ആഘോഷിക്കുന്നട കാട്ടുപന്നി, നിന്നെ കൊല്ലാതെ വിടില്ലടാ എന്ന് പറഞ്ഞ് കാട്ടിലൂടെ സീനിയറിനെ ഓടിക്കാൻ തുടങ്ങി. മുന്നിലൂടെ ഓടിപ്പോയ സീനിയർ ഒരു ഘട്ടത്തിൽ അപ്രത്യക്ഷമാവുകയാണ്. എവിടെയാടാ നീ ഒളിച്ചു നിൽക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ മുൻപിൽ വാ എന്നൊക്കെ പറഞ്ഞ് ജോയ് അവനെ തിരയുകയാണ്. എടാ ഞാൻ ഇവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞ് വീണ്ടും കല്ല് തട്ടി കാണിക്കുകയാണ്. വീണ്ടും അവനെ ഓടിക്കാൻ തുടങ്ങി. പുറകിലുള്ളവർ വേണ്ട പോകരുത് പോകരുത് എന്ന് പറഞ്ഞെങ്കിലും അവൻ അതൊന്നും അനുസരിക്കാതെ സീനിയറിനെ പിടികൂടാൻ പോവുകയാണ്. ഓടി ഓടി നദിക്കരയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി നീ എങ്ങോട്ട് ഓടും എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുമ്പോൾ സീനിയർ ആണെങ്കിൽ ആ നദിയിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പുറകെ ജോയിയും അത് കണ്ട് ബാക്കിയുള്ളവർ അവനെ തടയാൻ ശ്രമിക്കുകയാണ്. വേണ്ടടാ പോവല്ലേ, നിന്നെ നദിയിലേക്ക് ഇറക്കാനുള്ള പ്രേതത്തിന്റെ ട്രാപ്പാണിത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ സീനിയറിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവന്റെ പുറകെ പോകാൻ തുടങ്ങി. അടുത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് സീനിയർ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. അതേപോലെ ഒരു ശരീരം പൊങ്ങി പൊങ്ങി വന്ന് അത് കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ജോയ് വിശ്വസിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിച്ചു നടക്കാൻ തുടങ്ങി. അവൻ കരയിലേക്ക് നടക്കാൻ നോക്കിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡെഡ് ബോഡി അവന്റെ പുറകിൽ തന്നെയാണ് ഉള്ളത്. വീണ്ടും ഭയന്ന് മുന്നോട്ട് നടന്ന് വീണ്ടും തിരിച്ചു നോക്കുമ്പോൾ ആ ഡെഡ് ബോഡിയും അവന്റെ പുറകിൽ തന്നെയാണുള്ളത്. വീണ്ടും മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ആ ഡെഡ് ബോഡിയെ കാണാനില്ല. ഒരു ആശ്വാസം തോന്നിയെങ്കിലും പെട്ടെന്ന് ആ പ്രേതം അവനെ പിടികൂടി വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എടാ പെട്ടെന്ന് വാടാ എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും പെട്ടെന്ന് പ്രേതം അവൻ്റെ മുഖത്തേക്ക് പിടിച്ച് പ്രേതത്തിൻ്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ കാണിക്കുമ്പോൾ അത് കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് തീരുമാനിച്ച് എല്ലാവരും കാറിലേക്ക് കയറി പോകാൻ തുടങ്ങി. അങ്ങനെ അവർ പുറത്ത് കടക്കാൻ നോക്കിയെങ്കിലും അവസാനം എത്തുന്നത് തുടക്കത്തിൽ ഒരു കപ്പിൾ കാമുകയും കാമുകനും മീൻ പിടിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്കാണ് എത്തിയത്. മാപ്പിൽ ആണെങ്കിൽ നേരെ പോകാനാണ് വഴി കാണിക്കുന്നത്, എന്നാൽ നേരെ പോയാൽ നദിയാണ്. അതിനാൽ വണ്ടി തിരിച്ച് വേറൊരു റൂട്ടിലൂടെ പോകാൻ തുടങ്ങി. എന്നാൽ അവർ ഏത് വഴിയിലൂടെ പോയാലും ആ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് കടക്കാനേ പറ്റുന്നില്ല. ഒരേ സ്ഥലത്തേക്കാണ് വീണ്ടും വീണ്ടും എത്തുന്നത്. അതിനാൽ സൂയിൻ പറയുന്നു, നമ്മൾ ഇത്രയും നേരം റൈറ്റ് സൈഡിലോട്ടല്ലേ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്, ഇനി ലെഫ്റ്റിലോട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാറിന്റെ ഗ്ലാസ്സിലേക്ക് ഒരു കൈ വന്ന് പതിക്കുകയാണ്. ആരാണെന്ന് നോക്കിയാൽ സൂയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൻ കാറിലുള്ളവരെ നോക്കി, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ, ആ പ്രേതം നിങ്ങളെ പറ്റിക്കുകയാ, നിങ്ങൾ പോകുന്ന റൂട്ടിൽ ആ നദിയാണുള്ളത്. അത് കേട്ട് അവർ ഇറങ്ങി നോക്കുമ്പോഴാണ് കാണുന്നത് നേരെ മുൻപിൽ നദിയാണുള്ളത്. അതായത് പ്രേതം എല്ലാവരെയും കുഴപ്പിച്ച് ഒരു ഇല്യൂഷൻ കാണിച്ചു കൊടുത്ത് നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രേതം ഇവരെ കുഴപ്പിക്കുകയായിരുന്നു. എക്സ് ബോയ് ഫ്രണ്ടും അതേപോലെ ആ നദിയിലേക്ക് പ്രേതത്തിന്റെ വലയിൽ വീഴാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ കൃത്യം നദിയുടെ കരയിൽ എത്തിയപ്പോൾ തന്നെ അവന്റെ വാഹനം കംപ്ലൈന്റ് ആവുകയായിരുന്നു. ഇറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത്. അതൊക്കെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ അവരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ എക്സ് ബോയ് ഫ്രണ്ട് ആ മുത്തശ്ശിയെ കാണാൻ പോയിരുന്നതല്ലേ, അന്നേരം ആ മുത്തശ്ശി അവനോട് നദിയുടെ അടുത്തേക്ക് പോയ നിന്റെ ഫ്രണ്ട്സ് ആരും തിരിച്ച് ജീവനോടെ വരില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇവർ നദിയിലേക്ക് പോയ അതേപോലെയാണ് ഈ മുത്തശ്ശിയുടെ മകളും ആ നദിയിലേക്ക് പോയത്. പോയവൾ തിരിച്ചു വന്നില്ല, മരിച്ചു പോയിരുന്നു. എന്നാൽ നദിയിൽ പോയ അവളെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്ന് മുത്തശ്ശി പറഞ്ഞില്ല. പകരം ഒരു കല്ല് കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് കല്ല് കൊണ്ടുള്ള ഒരു സമാധി ഉണ്ടാക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി തെളിയുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളൊക്കെ ഇവരോട് ബോയ് ഫ്രണ്ട് പറഞ്ഞപ്പോൾ ബിൻ ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നതേയില്ല. നമ്മൾ ഒന്നും ചെയ്യുന്നത് വേണ്ട, രാവിലെ വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, രാവിലെ റെസ്ക്യൂ ടീം വരും, എന്നിട്ട് തിരിച്ചു പോകാം. ഇപ്പോൾ സൂയിന്റെ മനസ്സിലേക്ക് ഒരു കാര്യം വരികയാണ്. ഈ നദിക്കരയിൽ വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? അപ്പോൾ ജാനു പറയുന്നു, ഞാൻ വലിയൊരു പണക്കാരി ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രണ്ടാമതായി ബിൻ പറയുന്നു, ഞാൻ കൂടുതൽ ഭയപ്പെട്ടിരുന്നു, അതുകൊണ്ട് ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നില്ല. അവസാനം അതൊക്കെ കേട്ട് സൂയിൻ പറയുന്നു, എനിക്ക് സീനിയർ ചെക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവനെ വീണ്ടും വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സോ അതൊക്കെ കാരണമാണ് സീനിയർ മരിച്ചിരുന്നെങ്കിലും അവൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഒരു റൂൾ ഉണ്ട്. അതായത് ഈ സ്ഥലത്തെത്തി ഞാൻ വലിയ കാർ വാങ്ങണം, ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കില്ല. എന്നാൽ മരിച്ചു പോയവരെ കാണണം എന്ന് ആഗ്രഹിച്ചാൽ അവരെ കാണാൻ പറ്റും. അതേപോലെയാണ് മുത്തശ്ശി അവരുടെ മകൾ മരിച്ചിട്ടും അവളെ കാണാൻ ആഗ്രഹിച്ച് അവിടെ ഒരു സമാധി പോലെ ഉണ്ടാക്കി ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചു
വിളിച്ച് ആഗ്രഹം പറഞ്ഞത്. അങ്ങനെയാണ് മകളുടെ ആത്മാവിനെ കിട്ടിയതും ആ ആത്മാവിനെ വീട്ടിൽ ആവാഹിച്ചു നിർത്തിയതും. അതുമാത്രമല്ല സീനിയർ ആ സ്ഥലത്തു നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു പോയത് എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വെള്ളത്തിൽ എവിടെയോ പ്രേതത്തിനെ അടക്കി വെച്ച സമാധിയുണ്ട്. അതിൻ്റെ അടുത്തേക്ക് സീനിയർ പോയി അതിനെ ചെറുതായി ഇടിച്ച് തകർത്തു. അങ്ങനെയാണ് പകുതി ജീവനോടെ സീനിയർ സാൽമോജി എന്ന ഈ സ്ഥലം വിട്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. എന്നാൽ മരിച്ചു പോവുകയായിരുന്നു. സീനിയർ ചെറുതായിട്ട് സമാധിയെ തകർത്തത് കൊണ്ടാണ് അത്രയും ദൂരെ പോകാനുള്ള ജീവൻ ബാക്കിയുണ്ടായത്. സോ അതിനാൽ സൂയിൻ പറയുന്നു ആ പ്രേതത്തിൻ്റെ സമാധി മൊത്തമായി തകർത്താൽ മാത്രമേ പ്രേതം മൊത്തമായി നശിക്കുകയുള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതൊക്കെ കേട്ട് ബിന്ന് അതിന് സമ്മതിക്കുന്നതേയില്ല. എന്ത് ബഗിഡാണ് പറയുന്നത്? ആ സമാധി ആദ്യം എവിടെയാ ഉള്ളത് എന്ന് ആർക്കെങ്കിലും അറിയോ? ഈ കാട്ടിൽ പോയി എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ ആ പ്രേതം എങ്ങനെയാ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന്, എങ്ങനെയാ നമ്മളെ കൺവിൻസ് ചെയ്ത് നദിയിലേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്യിപ്പിക്കുന്നതെന്ന്. ഇനി നമ്മൾ അതിൻ്റെ മടയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രേതം നമ്മളെ വലിച്ചു കീറി അൽഫാമാക്കും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ജാനുവിന് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. വെള്ളം വേണം വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ആരുടെ കയ്യിലും വെള്ളമില്ല. എന്നാൽ ബോയ് ഫ്രണ്ട് പറയുന്നു എൻ്റെ കാറിലാണ് വെള്ളമുള്ളത്, ഞാൻ എടുത്തിട്ട് വരാം. ശരി നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞ് സൂയിനും ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ജാനു ഒരു കാര്യം പറയുന്നു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പണക്കാരി ആവണം എന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു വരം അല്ല ആഗ്രഹിച്ചത്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു പ്രേതത്തെ കാണണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ആ പ്രേതം വന്നത്. അതുകൊണ്ടാണ് പ്രേതം ഓരോരുത്തരെയും കൊല്ലാൻ നോക്കുന്നതും ഒരാളെ കൊന്നതും. ജോജോ മരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ച പ്രേതം വന്നതുകൊണ്ടല്ലേ പ്രേതം അവനെ കൊന്നത്. ആ പ്രേതം ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇവിടുന്ന് രക്ഷയില്ല. എന്നാൽ ഇപ്പോൾ ബിന്ന് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം നീയല്ല ജാനു, അത് സൂയിനാണ്. എന്തെന്നാൽ നമ്മളെ എല്ലാവരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സൂയിൻ ആണ്. വെള്ളത്തിൽ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വീണപ്പോൾ തിരിച്ചു പോകുന്നത് വേണ്ട, നമ്മൾ ഇവിടെ തന്നെ ടെൻ്റടിച്ച് താമസിച്ച് അതൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞതും സൂയിൻ ആണ്. അടുത്തതായി സീനിയറിനെയും ജോജോയും കാണാതായി എന്ന് പറഞ്ഞ് അവരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെ കൊണ്ട് കാട് മൊത്തം അലഞ്ഞ് തിരിപ്പിച്ചത് ആരാ? സൂയിൻ അല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സൂയിൻ ആയിരിക്കും പ്രേതം, അല്ലെങ്കിൽ അവൾക്ക് പ്രേതബാധ കയറിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പോൾ പോകാൻ നോക്കുമ്പോൾ വീണ്ടും അവൾ പറഞ്ഞതെന്താ? പ്രേതത്തിൻ്റെ സമാധി കണ്ടുപിടിക്കണം, എന്നിട്ട് അത് തകർക്കണം എന്നൊക്കെയല്ലേ? അവളുടെ വാക്ക് കേട്ട് ഇനിയും നമ്മൾ പോയാൽ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ ജീവൻ പോലും ഉണ്ടാവില്ല. അവൾ പറയുന്നത് കേട്ട് നമ്മൾ ഒരിടത്തേക്കും പോകുന്നത് വേണ്ട, ഇവിടെ തന്നെ നിന്ന് വെയിറ്റ് ചെയ്യാം. നാളെ രാവിലെ റെസ്ക്യൂ ടീം വരും, അവരുടെ കൂടെ തിരിച്ചു പോകാം എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ജാനു ആണെങ്കിൽ അതെങ്ങനെ രാവിലെ ആവാനാ? ഇപ്പോൾ സമയം 1:30 നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയ സമയവും 1:30. സമയം പോലും മാറുന്നില്ല. പിന്നെ എങ്ങനെയാ രാവിലെ ആവുന്നത്? അത് ചിലപ്പോൾ കാറിൻ്റെ ക്ലോക്ക് ഫ്രീസ് ആയതായിരിക്കാം, ഡാമേജ് ആയിരിക്കാം. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഹൈവേ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ മാത്രം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങി. അവർ പോകുന്നത് കണ്ട് സൂയിനും ബോയ് ഫ്രണ്ടും വണ്ടി നിർത്താൻ പറഞ്ഞെങ്കിലും അവർ നിർത്താതെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കാറിൽ ഉണ്ടായിരുന്ന വൈപ്പർ തനിയെ ചലിക്കാൻ തുടങ്ങി. അതിൽ വെള്ളവും വന്ന് അവർക്ക് വഴി വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥ. എടാ വണ്ടി നിർത്തടാ, എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ എന്ന് ജാനു പറഞ്ഞെങ്കിലും വണ്ടിയാണെങ്കിൽ നിൽക്കുന്നതുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ വണ്ടി എങ്ങനെയോ നിർത്തിയിട്ട് വൈപ്പർ ഓഫ് ചെയ്ത് ഭാഗ്യം പ്രേതം എന്തായാലും വന്നില്ലല്ലോ എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം അവർക്ക് മുൻപിൽ തല കാണിച്ച് ഭയപ്പെടുത്തുകയാണ്. ആകെ ഭയന്ന് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ വിടൽ. അങ്ങനെ ഒരു വിധത്തിൽ അപ്രതീക്ഷിതമായി അവർ ആ സ്ഥലം ബോർഡർ കഴിഞ്ഞ് ഹൈവേയിലേക്ക് എത്തുകയും ചെയ്തു. അതിനാൽ രണ്ടുപേരും സന്തോഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കാർ ഓവർ സ്പീഡിൽ വന്നത് ഒരു പോലീസുകാരൻ കാണുകയും വാഹനം തടഞ്ഞു നിർത്തിയിട്ട് എന്താ ഇത്ര ഓവർ സ്പീഡിൽ വരുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബിന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ആ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാ, എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ എന്ന് പറയുകയാണ്. ശരി ഞാൻ പോയി രക്ഷിക്കാം, പക്ഷേ എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ വാഹനത്തിലെ ബാറ്ററി വെച്ച് എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കണം. അതിന് അവൻ സമ്മതിച്ച് അവൻ്റെ കാറ് പോലീസുകാരൻ്റെ കാറുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നിട്ട് ബിന്ന് പോലീസുകാരൻ്റെ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാനുള്ള പണിയിലാണ്. അതേപോലെ പോലീസ് ആണെങ്കിൽ ബിന്നിൻ്റെ കാർ
കാറിൽ ജാനുവിൻ്റെ അടുത്താണുള്ളത്. അന്നേരം പോലീസുകാരൻ നടന്ന കാര്യങ്ങൾ അവളോട് ഒന്നുകൂടി ചോദിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ജാനു നേരത്തെ പ്രേതത്തിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഡിവൈസിൽ അന്ന് കുറച്ച് വോയിസ് കേട്ടിരുന്നില്ലേ? പ്രേതം സംസാരിച്ച അതേ വോയിസിൽ ഇപ്പോൾ പോലീസുകാരനും അവളോട് സംസാരിക്കുകയാണ്. അത് കേട്ടതോടെ അവൾ ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസുകാരൻ്റെ കണ്ണ് ചുവന്ന് തുടുത്ത് കൊടൂരമായി മാറിയിരിക്കുന്നു. അതായത് അത് മനുഷ്യനല്ല, പ്രേതമാണ്. ഇപ്പോൾ പോലീസുകാരൻ്റെ വാഹനത്തിൽ ഇരുന്നിട്ടുള്ള ബിന്നിൻ്റെ അടുത്തേക്ക് പോലീസുകാരൻ പോയി ഇരുന്ന് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യ് എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ദേ ഓപ്പോസിറ്റ് സൈഡ് നദി. എല്ലാം പ്രേതത്തിൻ്റെ ട്രാപ്പായിരുന്നു. ബിന്ന് ആകെ ഭയന്ന് തിരിഞ്ഞ് പോലീസുകാരനെ നോക്കുമ്പോൾ പോലീസുകാരൻ്റെ വേഷത്തിൽ വന്ന ആ പ്രേതത്തെ കണ്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ്. അതോടെ ബിന്നിൻ്റെ കഥയും തീർന്ന്, അപ്പുറത്ത് ജാനുവിൻ്റെ കഥയും തീർന്നു. രണ്ടുപേരെയും പ്രേതം കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ മറ്റേ വശത്ത് സൂയിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ആ പഴയ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ ആ പ്രേതത്തിൻ്റെ സമാധി ഉള്ളത് ഇവർ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വശത്താണ്. അതായത് ആ നദിയുടെ അപ്പുറത്തെ വശത്ത് കടന്നു പോകണം. അങ്ങനെ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഒരു വശത്ത് ബിന്നും ജാനും രക്ഷപ്പെട്ടു പോകാൻ നോക്കിയ ആ വാഹനം അവർ കാണുകയും ഓടിപ്പോയി നോക്കുമ്പോൾ ദേ താഴെ വാഹനത്തിനടിയിൽ ജാനു ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവൾ ആകെ ഭയന്നു പോയിരുന്നു. രക്ഷപ്പെടുത്താൻ കൈ നീട്ടി വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണ് കറുത്ത നിറത്തിലായി മാറുകയാണ്. അതുമാത്രമല്ല കാറിലുള്ള ബിന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും എടുത്ത് അടിയിൽ കിടക്കുന്ന ജാനുവിനെ കൊടൂരമായി കൊലപ്പെടുത്തി ഒടുവിൽ സ്വയം കഴുത്ത് തിരിച്ച് ബിന്നും മരിച്ചു പോവുകയും ചെയ്തു. എല്ലാം അവരുടെ ശരീരത്തിൽ കയറിയ പ്രേതത്തിൻ്റെ കളിയായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും അവൻ്റെ കഴുത്ത് തിരിച്ച് അവരെ നോക്കി ഒരു കൊല ചിരിച്ചിരിക്കുകയാണ്. അതൊക്കെ കണ്ട് രണ്ടുപേരും പേടിച്ച് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ച് ഉടനെ നദിയുടെ അപ്പുറത്തെ വശത്തേക്ക് എത്തണം. അതിന് ബോട്ട് വഴി അങ്ങോട്ടേക്ക് പോകാം. പോയിട്ട് പ്രേതത്തിൻ്റെ സമാധി തകർത്ത് കളയണം എന്ന് തീരുമാനിച്ച് അങ്ങനെ അവർ ഒരു ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. ട്വിസ്റ്റ് എന്തെന്നാൽ ഇപ്പോൾ ആ ബോട്ട് ഓടിക്കുന്നത് എക്സ് ബോയ് ഫ്രണ്ട് അല്ല, പകരം സീനിയർ ആണ്. ബോയ് ഫ്രണ്ട് എവിടെ പോയി എന്നറിയില്ല. സീനിയർ ഇപ്പോൾ പറയുന്നത് എല്ലാം നീ കാരണമാണ് സൂയിനെ. അതായത് ഇങ്ങോട്ടേക്ക് ഈ നദിയിലേക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ ആദ്യം മാനേജർ തീരുമാനിച്ചത് സൂയിനെ ആയിരുന്നു. പക്ഷെ സൂയിൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിനാൽ ആ ജോലി സീനിയർക്ക് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സീനിയർ ഇവിടെ വന്ന് പെട്ട് മരിച്ചത്. ആ കാര്യങ്ങളൊക്കെ സീനിയർ ഇപ്പോൾ അവളോട് പറയുകയാണ്. നീ കാരണമാണ് ഞാൻ മരിച്ചത് എന്ന്. പെട്ടെന്ന് സീനിയർ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ബോയ് ഫ്രണ്ടിൻ്റെ രൂപത്തിൽ വന്നത് സീനിയർ ആയിരുന്നു. അങ്ങനെ സീനിയർ അപ്രത്യക്ഷമായതോടെ ഇപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയുന്നില്ല. ബോട്ട് തുഴയുന്ന ആ കുന്ത്രാണ്ടം ഒരൽപ്പം ദൂരെയാണ് വീണിട്ടുള്ളത്. അത് എടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. പെട്ടെന്ന് പ്രേതത്തിൻ്റെ കൈ വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്തു. അതൊക്കെ അവളുടെ ബോയ് ഫ്രണ്ട് കരയിൽ നിന്ന് നോക്കുകയാണ്. ആ കാഴ്ച കണ്ട് അവൻ ഒന്നും ആലോചിക്കാതെ നദിയിൽ ഇറങ്ങി അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ നീന്തി പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നദിക്കടിയിൽ ഒരുപാട് മനുഷ്യരുടെ ഡെഡ് ബോഡി പോലെ കാണുകയാണ്. അതിൽ ആ നദിയിൽ വീണ ഒരുപാട് മനുഷ്യരെ പ്രേതം കൊണ്ടുപോയി മണ്ണിൽ തറപ്പിച്ച് നിർത്തിയ പോലെ കാണുകയാണ്. അതേപോലെ വെള്ളത്തിൽ വീണ സൂയിനെയും അവിടെ നിർത്തിയതായി കാണുകയാണ്. പെട്ടെന്ന് തന്നെ ബോയ് ഫ്രണ്ട് വെള്ളത്തിൽ താഴ്ന്നിറങ്ങി സൂയിനെ രക്ഷിച്ച് മുകളിലേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്യുകയാണ്. സൂയിനെ രക്ഷിച്ച് മുകളിലേക്ക് വിട്ടെങ്കിലും ബോയ് ഫ്രണ്ടിന്റെ കാലിലേക്ക് പ്രേതം വന്ന് പിടിച്ച് ഭയപ്പെടുത്തി താഴെ കൊണ്ടുപോയി ലോക്ക് ചെയ്തു വെക്കുകയാണ്. സൂയിൻ അങ്ങനെ കരയിലെത്തി രക്ഷപ്പെട്ടെങ്കിലും പാവം ബോയ് ഫ്രണ്ട് അവിടെ ശ്വാസം മുട്ടി മരിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ സൂയിൻ ആണെങ്കിൽ അവിടെ നിന്ന് നടന്ന് ആ ഫോട്ടോയിൽ കണ്ട ആ പ്രേതത്തിൻ്റെ സമാധിയുള്ള സ്ഥലത്ത് എത്തി അതിലെ കല്ല് ഓരോന്നായി എടുത്ത് അതിനെ തകർക്കാൻ നോക്കിയെങ്കിലും കല്ല് സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് വെച്ചതാണെന്ന് തോന്നുന്നു. അത്രയും സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അതിനു ചുറ്റിലുമുള്ള കയർ പൊട്ടിച്ചാൽ ചിലപ്പോൾ തകരുമായിരിക്കും എന്ന് കരുതി കയർ വലിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് 2 കല്ല് താഴെ വീഴുകയാണ്. നോക്കിയാൽ ദേ പ്രേതം അതിനകത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് പ്രേതം അവളുടെ തലയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുകയാണ്. അവളുടെ കഥ അവസാനിക്കും എന്നായപ്പോൾ പെട്ടെന്നാണ് അവൾക്ക് അതിന് ചുറ്റിക്കെട്ടിയിരിക്കുന്ന കയർ പിടിക്കാൻ പറ്റിയത്. പിടിച്ച് ഒരൊറ്റ വലിക്കൽ. അതോടെ ആ സമാധിയിലെ ഓരോ കല്ലും ബലം നഷ്ടപ്പെട്ട മാതിരി തകർന്ന് താഴെ വീഴുകയും ചെയ്തു. എന്നാൽ സൂയിൻ അതിനകത്ത് പെട്ടുപോയി. എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ വെള്ളത്തിൽ ലോക്കായ ബോയ് ഫ്രണ്ട് മരിച്ചു പോയിട്ടില്ല.
സമാധി തകർന്നത് കൊണ്ടായിരിക്കാം അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് നീന്തി കയറുകയാണ്. ശേഷം ആ സമാധിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ കല്ല് തകർന്നു വീണെങ്കിലും സൂയിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആകെ ഭയന്നു പോയ മാതിരി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ട് നേരെ തിരിച്ച് ആ സ്ഥലം വിട്ട് കമ്പനിയിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ കമ്പനിയുടെ മാനേജർ വലിയൊരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുകയാണ്. എന്തെന്നാൽ അതായത് സീനിയർ ആ സമാധിയെ തകർത്ത് ജീവനോടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയി എന്ന് സൂയിൻ പറഞ്ഞിരുന്നില്ലേ? അത് കള്ളമായിരുന്നു. സീനിയറിന്റെ ശരീരം മാത്രമാണ് അവിടുന്ന് തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നില്ല. പ്രേതത്തിന്റെ ആ സമാധി തകർത്താൽ മാത്രമേ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നത് ഒരു മിത്താണ്, ഒരു കെട്ടുകഥയാണ്. എന്നാൽ സൂയിൻ എങ്ങനെയാ രക്ഷപ്പെട്ടത് എന്ന് വെച്ചാൽ ആ കെട്ടുകഥ വിശ്വസിച്ച് ആ സമാധി തകർത്താണ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. അതൊക്കെ കേട്ട് ബോയ് ഫ്രണ്ട് ഏതാണ് സത്യം ഏതാണ് കെട്ടുകഥ എന്നൊന്നും അറിയാതെ സൂയിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൾ കാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ആവട്ടെ, എന്തായാലും ആ നശിച്ച സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു വന്നല്ലോ, അത് തന്നെ സമാധാനം എന്ന് കരുതി ബോയ് ഫ്രണ്ട് ഇരിക്കുമ്പോൾ നോക്കിയാൽ ദേ അവൻ്റെ കാലിൻ്റെ അടുത്തേക്ക് മൂത്രം പോലെ വെള്ളം ഒഴുകി വരുന്നു. ഇതെവിടുന്ന ഈ വെള്ളം എന്ന് ഫോളോ ചെയ്ത് പോയപ്പോൾ സിങ്കിൽ നിന്ന് ഒരുമാതിരി ചളിവെള്ളം നിറഞ്ഞു അറിയുകയാണ്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഇതും പ്രേതത്തിന്റെ ഒരു ട്രിക്ക് ആയിരുന്നു. ബോയ് ഫ്രണ്ടിനെ എങ്ങനെയൊക്കെയോ പറ്റിച്ച് ആ നദിയിലേക്ക് ഇറക്കുകയായിരുന്നു. അതേപോലെ നദിയിൽ വെച്ച് അവന്റെ കാലിൽ പിടിച്ച് വലിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് സൂയിൻ ആണ്. അതായത് സൂയിന്റെ പ്രേതമാണ്. സൂയിൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സൂയിന്റെ ശരീരത്തിലെ ആത്മാവ് പറയുന്നു, ഇവിടെയുള്ള ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം ഇല്യൂഷൻ ആണ്, എല്ലാം പ്രേതത്തിന്റെ സാങ്കല്പിക സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സൂയിൻ പ്രേതത്തിന്റെ സമാധിയെ നശിപ്പിച്ചതൊക്കെ യഥാർത്ഥ സമാധിയെ ആയിരുന്നില്ല. പ്രേതം പുതിയൊരു സമാധിയുടെ ഒരു ഇല്യൂഷൻ പോലെ നിർമ്മിച്ച് സൂയിന്റെ മുൻപിൽ നിർത്തിയതാണ്. പ്രേതം നിർമ്മിച്ച ഇല്യൂഷൻ സമാധിയാണ് സൂയിൻ തകർത്തത്. ആക്ച്വലി ആ സമാധി നിർമ്മിച്ചത് നദിയുടെ ഒരു വശത്തായിരുന്നു. അങ്ങനെ സൂയിൻ ആ നദിയിലേക്ക് ഇറങ്ങിയതോടെ പ്രേതം അവളെ കൊല്ലുകയും ചെയ്തു. അതേപോലെ ബോയ് ഫ്രണ്ടിനെയും നദിയിലേക്ക് ഇറക്കി കൊല്ലുകയായിരുന്നു. പ്രേതത്തിന്റെ സമാധി ആർക്കും തകർത്തു കളയാൻ കഴിഞ്ഞില്ല. അങ്ങനെ സാൽമോജി എന്ന ആ നദിയിൽ എത്തുന്ന ആർക്കും ജീവനോടെ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.